ഇനി അൽ വിലായത്തുൽ കറാമ കാണിക്കാമോന്നറിയോ? മുഹീദ്ദീൻ ഷെയ്ഖ് ആരാണ്? മുഹീദ്ദീൻ ഷെയ്ഖിനെ തള്ളി പറയാൻ കഴിയുമോ മുജാഹിദേ? എന്നാൽ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ കേരളത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ പണ്ഡിത സംഘടന കേരള ജമീയത്തുൽ ഉലമയാണെന്ന് പറഞ്ഞില്ലേ? അത് ഞങ്ങളെ ആലിമീങ്ങൾ ഉണ്ടാക്കിയതല്ലേ? എന്നിട്ട് നിങ്ങൾ കള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ട് തട്ടിയെടുത്തതല്ലേ? അപ്പോഴല്ലേ ഞങ്ങളെ ആലിമീങ്ങൾ എന്നാ പിന്നെ ഞങ്ങളിലൊരു സംസ്ഥാനം കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ആക്കിയത്? നിങ്ങളെ പരിപാടി പള്ളി തട്ടലല്ലേ, സംഘടന തട്ടലല്ലേ, എല്ലാം തട്ടിയെടുക്കലല്ലേ? അങ്ങനെ ഞങ്ങളെ ആലിമീങ്ങൾ ഉണ്ടാക്കിയ കേരള ജമീയത്തുൽ ഉലമ നിങ്ങൾ കള്ള രജിസ്റ്റർ ചെയ്തിട്ട് തട്ടിയെടുത്തതല്ലേ? ആ നിങ്ങളെ കേരള ജമീയത്തുൽ ഉലമ അതിന്റെ നേതാവായ KM മൗലവി എഴുതിയിട്ട് നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. മൗലവിമാര് ശരിക്കും എന്താ മുജാഹിദ് എന്ന് പാവപ്പെട്ട എന്റെ അടുത്ത് നിന്ന് പഠിച്ചോ. നിങ്ങൾക്ക് എന്താ മുജാഹിദ് എന്നറിയില്ല, എന്താ സുന്നി എന്നറിയില്ല, എന്താ ഇസ്ലാം എന്നറിയില്ല, എന്താ ഖുർആൻ എന്നറിയില്ല, എന്താ ഹദീസ് എന്നറിയില്ല, എന്താ ഇമാമികളെ കിതാബ് പറഞ്ഞതെന്നറിയില്ല, ഔലിയാക്കളെ ഭാഷ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് പഠിച്ചോ, എന്താ മുജാഹിദ് എന്ന് പഠിച്ചോ. നിങ്ങളെ പണ്ഡിത സംഘടന കേരള ജമീയത്തുൽ പ്രസിദ്ധീകരിച്ച അൽ വിലായത്തുൽ കറാമ എന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞത് എന്താണ്? അതാ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നു. എന്റെ മാന്യ മുസ്ലിമീങ്ങളൊന്ന് നോക്കൂ. മാത്രമല്ല അൽ ആലിമുർ റബ്ബാനി മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഹഖിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന കറാമാതിഹി ഖദ് സബതത് ബിത്തവാതുരി ബൈനൽ അകാബിരി വൽ അസാഗിരി ജലായിൽ ഐനൈനി 130. അദ്ദേഹത്തിന്റെ കറാമത്തുകൾ മഹാന്മാരുടെയും സാധാരണന്മാരുടെയും ഇടയിൽ തവാതുർ കൊണ്ട് സുബൂത്തായിരിക്കുന്നു. അതായത് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത നിലക്ക് കറാമത്ത് സ്ഥിരപ്പെട്ട ആളാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് നിങ്ങളെ നേതാവാണെന്ന് നിങ്ങൾ പറയുന്ന ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്തുൽ കറാമ എന്ന ഈ പുസ്തകത്തിലുണ്ട്. പിന്നീട് ഇത് നിങ്ങൾ പൊളിച്ചെഴുതിയിട്ടുണ്ട്. നിങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് അൽമനാറിൽ 1980 ജൂലൈയിൽ യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം സ്വീകരിച്ച ഒരാ മുസ്ലിമായിരുന്നു മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പിന്നീട് നിങ്ങൾ അൽമനാറിൽ പിന്നീട് എഴുതിയിട്ടുണ്ട്. അതിരിക്കട്ടെ, നിങ്ങൾ പൊളിച്ചെഴുത്തിൽപ്പെട്ടതാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് ആദ്യം നിങ്ങൾക്ക് വലിയാണ്, കറാമത്തുള്ള ആളാണ്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ശ്രീ ശങ്കരാചാര്യരുടെ ആളാണ്. കാരണം നിങ്ങൾക്ക് നാവ് കൊണ്ട് എന്നത് പറയാമെന്നില്ലല്ലോ, നിങ്ങളെ കൈ കൊണ്ട് എന്നത് എഴുതാമെന്നില്ലല്ലോ, മൗലവിമാർക്ക് ആഖിറത്തിൽ വിശ്വാസമില്ലല്ലോ.